ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ശരിയല്ല. തെരഞ്ഞെടുപ്പൊന്നും ഞാൻ അഭിപ്രായം പറഞ്ഞു, അവിടെ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പം അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹത്തോടൊന്ന് ചോദിക്കണം. എൻ്റെ കൂടെ അഭിനയിച്ചിരുന്ന കാലത്ത് എനിക്കറിയാൻ ഒരു സുഹൃത്താണ്, എൻ്റെ നല്ല സുഹൃത്താണ്. ഇപ്പോഴും വിരോധമൊന്നുമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. നമുക്കതൊക്കെ നിങ്ങളാണ് പറയേണ്ടത്. ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. പിന്നെയും സുരേഷ് ഏട്ടാന്ന് ചോദിച്ച് കുറേ പോയാൽ കിട്ടും, കിട്ടുന്ന വാങ്ങിച്ചോളുക, അല്ലയോ? മാറിയില്ലെന്നൊക്കെ പറഞ്ഞ് എവിടെ പോലീസ് എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെയും സുരേഷ് ഏട്ടാന്ന് പറയണ്ട, കിട്ടുന്ന വാങ്ങിച്ചോണം. നമുക്ക് അതൊന്നും പറയാനില്ല. പിന്നെ സംസാരിക്കുന്നത് ഞാൻ ഈ വഖഫിനെ കുറിച്ചൊക്കെയുള്ള സംഭാഷണം നമ്മളൊക്കെ ജനിക്കുന്ന മുമ്പേ നമ്മുടെ രാജ്യത്തുള്ളതും ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്നും ആവശ്യമില്ലാത്ത അഭിപ്രായം പറയാതിരിക്കുകയും ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ LDF ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങളുടെ മുമ്പിൽ ഈ അടുത്ത ദിവസം ഇന്നലെയൊക്കെ മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള മതസ്പർദ്ധ ഉണർത്തുന്നതിനുള്ള ചില ലഘുലേഖകളും ചില പ്രസംഗങ്ങളും അത് നമ്മുടെ പൊതു ജനങ്ങളുടെ ഇടയിൽ മനസ്സിലാക്കണം. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. മതേതരത്വമാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് മതേതരത്വം ഒരിക്കലും നശിക്കാത്ത ഒരു സ്ഥലം കേരളം മാത്രം. മതേതരത്വം നശിച്ചിട്ടില്ല. ദളിതരോടുള്ള ക്രൂരത ഏറ്റവും ഇല്ല എന്ന് പറയാവുന്ന ഒരു സ്ഥലം കേരളം. വടക്കേ ഇന്ത്യയിലൊക്കെ ഇപ്പോഴും ദളിതരോടുള്ള ക്രൂരത തുടരുകയാണ്. പക്ഷെ അത്രയും പുരോഗമിച്ച കേരളത്തിൽ ഈ അടുത്ത കാലത്തായി ശ്രീനാരായണ ഗുരുദേവന്റെയൊക്കെ വാക്കുകൾ ലംഘിച്ചുകൊണ്ട് വർഗീയത പറയുന്ന ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. നിർത്തുന്നതാണ് എല്ലാവർക്കും നല്ലത്. നമ്മുടെ തന്നെ ബെൽറ്റ് ബോംബ് വയ്ക്കുന്ന ഒരു സംഭവമാണ്. അത് ചെയ്യരുത്. നമ്മൾ തന്നെ ബെൽറ്റ് ബോംബ് ധരിക്കുന്ന പോലെയാണ്. അത് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസങ്ങൾക്കും അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത്. ചില ആളുകളുടെ അഭിപ്രായ പ്രകടനം ഈ അടുത്ത കാലത്ത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, അത് നല്ല രീതിയല്ല. പിന്നെ ഇന്നലെ ഒരു ലഘുലേഖ വിധം, അതൊക്കെ വളരെ അപകടകരമാണ്. നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയും അത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നടപടിയെടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് കേരളത്തിൽ എന്നുമുള്ള ഒരു മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ മതേതരം. മറ്റ് പല സംസ്ഥാനങ്ങളിലും വർഗീയ ശക്തികൾക്ക് അധികാരത്തിൽ വരാൻ കഴിയും. കേരളത്തിൽ അത് കഴിയാത്തത് നമ്മുടെ മതേതരത്വമുണ്ട്. അത് നശിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ആരെ ഭാഗത്തൊന്നും നല്ലതല്ല. അത് നമ്മുടെ മാധ്യമങ്ങളും സർക്കാരും പോലീസും എല്ലാവരും കൂടി അന്വേഷിക്കണം. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. അത് ചെറിയ കുറ്റമല്ല, വലിയ കുറ്റം തന്നെ.